നിങ്ങള് അപ്പൊ എന്താണ് സംഭവം? ബാക്കി വന്ന പുട്ടോണ്ട് ഒരു വെറൈറ്റി സാധനം. ഈ ഫുഡൊന്നും വേസ്റ്റ് ആയി കളയാൻ പറ്റില്ലല്ലോ, കളയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളെ ബാക്കി വന്ന പുട്ട് ഞങ്ങൾ അതുകൊണ്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് എന്തുണ്ട്, യാത്രകളുണ്ട്, വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സ്കിപ്പ് ചെയ്ത് കാണണം അല്ലേ? അങ്ങനെയല്ല കാണണ്ടേ? പിന്നെ കുറെ കാലമായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ആദ്യം പുട്ടുപൊടി വെള്ളം നനച്ച് കുഴക്കണം. ഇത് ഞാൻ മില്ലിന്ന് വാങ്ങിയ വറുത്ത പൊടിയാണ്. അപ്പൊ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പ് സ്വല്പം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. അതിന്റെ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. ഒന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൊടാക്കി പോരുത്. ഇതിങ്ങനെ നല്ലോണം ആക്കുക. ഇതിങ്ങനെ നമ്മള് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് പൊന്തി വരും, ചീർത്ത് വരുമെന്ന് വരും. ഉള്ള അളവിനെക്കാട്ടും കൂടി വരും. അപ്പൊ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും അങ്ങോട്ട് മിക്സ് ചെയ്യുക. സാധാ വെള്ളം, ചൂടുവെള്ളം ഉപയോഗിക്കരുത്, സാധാ വെള്ളം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. ഇതിന്റെ പരുവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബോളാക്കുമ്പോൾ ഒരു ടൈറ്റായിട്ട് നിൽക്കണം, പൊടിയാതെ. അതാണ് അതിന്റെ ഒരു പരുവം. അപ്പൊ അത് ഞാൻ ഇനി അടച്ചു വെക്കാൻ പോകുന്നു. 10 മിനിറ്റ് ഉണ്ട്. ഇതുകൊണ്ട് വേറെ പരിപാടി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരു പ്ലേറ്റ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇത് കാണുന്നത്. പിന്നെ ഒരു പ്ലേറ്റ് ക്യാരറ്റ് ചീകിയതാണിത്. അതുപോലെ ഒരു പ്ലേറ്റ് ക്യാപ്സിക്ക ചെറുതാക്കി അരിഞ്ഞാണ്. പിന്നെ മല്ലിയില ഒരു 2 കൈപ്പിടുത്തം. പിന്നെ ഒരു പണ വെളുത്തുള്ളി വേണം. പിന്നെ മല്ലിച്ചപ്പിന്റെ തണ്ട് വേണം. പച്ചമുളക് വേണം. ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി വേണം. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ചതച്ചാണ് ഈ കാണുന്നത്. പിന്നെ ഒരു 3 കോഴിമുട്ടയും വേണം. അപ്പൊ ഞാൻ പുട്ട് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഉണ്ട്. ഇതേപോലത്തെ ഒരു നെറ്റുള്ള നമ്മളെ കോരിയിൽ എടുത്തിട്ടൊന്നും ഇങ്ങനെ ആക്കും. അപ്പൊ എന്താ വെച്ചാൽ അതിലിങ്ങനെ വലിയ ബോൾ ഉണ്ടാവും. ബോള് ആകുമ്പോൾ എന്താ വെച്ചാൽ പുട്ടിനൊരു സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ മുമ്പേ അത് പുട്ടുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിരുന്നു. ഇതേപോലെ നമ്മളെ വീട്ടിൽ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ കംപ്ലീറ്റ് എല്ലാതും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരും. ഒന്നും ഒരു വലിയ തരി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അടുപ്പ് എത്തിച്ചിട്ട് ഇനി മസാല ഉണ്ടാക്കാൻ പോവാണ്. ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് നോൺ സ്റ്റിക്ക്, അതിൽ വെളിച്ചെണ്ണയാണ് ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന് വെളിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി അതിലിട്ടിട്ട് വാട്ട്. അധികം വാടണമെന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വന്നാൽ മതി. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടണം. ഉപ്പ് പിന്നെ ലാസ്റ്റ് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം. നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് അതിൽക്കിടാം. മല്ലിച്ചപ്പിന്റെ തണ്ടുണ്ട്, അതും അതിലിട്ടിട്ടുണ്ട്. അതും കൂടി കൂട്ടി മിക്സ് ചെയ്താണ്. പിന്നെ ക്യാരറ്റ് ഇതുപോലെ ഇടുക. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ 3 കോഴിമുട്ട, അത് ഒന്ന് നല്ലോണം അങ്ങോട്ട് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ആക്കുക. എന്നിട്ട് ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതി സാധനം. ഇനി വേണമെങ്കിൽ നമുക്ക് ചിക്കൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ പീസ് നമുക്ക് ഉപയോഗിക്കാം. ഇത് വെജാണ്. ഒരു 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി അധികം ആയിപ്പോരുത്. പിന്നെ 1 സ്പൂണ് ഗരം മസാല നിറച്ചായിരിക്കണം. വേണമെങ്കിൽ സ്വല്പം കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടുക. ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല ഇതില്. ലാസ്റ്റാണ് നമ്മുടെ ക്യാപ്സിക്ക ഇടേണ്ടത്. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ആവുന്നില്ല. ആ ഒരു ചൂടുകൊണ്ട് അതങ്ങോട്ടൊന്ന് റെഡി ആയി വന്നോളും. പിന്നെ അത് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ആയി കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ടിട്ട് ഒരു ചെറു തീയിൽ വെക്കുക. പിന്നെ നമ്മുടെ പുട്ട് ഉണ്ടല്ലോ, പുട്ട് ഞാനിപ്പോ പ്രാവശ്യം പുതിയത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പുട്ടുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് ചെയ്താലും മതി. അപ്പൊ പുട്ട് ഞാൻ ഇപ്പൊ ഫ്രഷ് പുട്ടാണ് ഇട്ടുള്ളത്. അത് ഞാൻ കുക്കറിന്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കാറുള്ളത്, ആവിയിൽ സ്റ്റീം നിന്നിട്ടുള്ള മോഡലില്. അപ്പൊ അതിനെ ഞാനൊന്ന് കംപ്ലീറ്റ് ചൂടോടെ തന്നെ ഒന്ന് ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. 2 കുറ്റി പുട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് 1 കുറ്റി ആയിട്ടുള്ളത്. പിന്നെ ഒക്കെ 2 കൂടി ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒക്കെ കൂടി കൂടിയിട്ടാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അത് ഇട്ടുന്ന സമയത്ത് ഇനി മസാല കുറവ് തോന്നുകയാണെങ്കിൽ പുട്ടിന്റെ അംശം കുറച്ചാൽ മതി. അപ്പൊ ഇതിന് ഞാനൊരു മസാലിനെ 2 പാർട്ടാക്കി അടുപ്പിൽ തന്നെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പാർട്ടിൽ അതങ്ങനെ കുറച്ചിട്ടിട്ട് പിന്നെ ഇത് മൊത്തം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ട് മസാലന്റെ അളവും ഇതും. മസാല വല്ലാണ്ട് കൂടി നിൽക്കുകയാണെങ്കിൽ ബാക്കിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ചാട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും. അതൊന്നിങ്ങനെ
നമ്മൾ ഇളക്കുന്ന കയ്യിലോണ്ടൊന്നും ഇങ്ങനെ ഒന്ന് ആ ജാമായി കൊടുത്താൽ മതി, അപ്പം അങ്ങോട്ട് റെഡി ആയിക്കോളും. ഉണ്ടല്ലോ ഇതേപോലെ. ഒരു തുള്ളി റോസ് വാട്ടർ വേണമെങ്കിൽ അതിൽ ഒഴിക്കുക, കുഴപ്പമില്ല. അപ്പൊ സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിൽ വിളമ്പാം. ഞാനിപ്പോ 2 മോഡലാക്കുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനെ വിളമ്പുക, അതിന്റെ മുകളിൽ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങനെ വേണമെങ്കിൽ ഇടാം. പിന്നെ ഇനി നമുക്കൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതേപോലെ ഒരു ബൗളിൽ കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളാ കയ്യിലുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് കമഴ്ത്തിട്ട് ഒരു പ്ലേറ്റിൽ വിളമ്പന്നിട്ട് അതിന്റെ മുകളിൽ സ്വല്പം ടോപ്പിൽ കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ ഒരുപാട് യാത്രകളുണ്ട്. അപ്പൊ ഇനിയും പുതിയ വെറൈറ്റി ഫുഡായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.